നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മ വീടിനകത്ത് തോറ്റപ്പോ മത്സരം മുറ്റത്തേക്ക് മാറ്റി. ഇനിയിപ്പോ പൊതുനിരത്തിലായിരിക്കും പ്രകടനം. എന്ത് ചെയ്യും സത്യ? ഹർഷയുടെ വീട്ടിലേക്ക് വിടാതെ അമ്മയെ മുറി തന്നെ പൂട്ടിയിടണമായിരുന്നു. അതിനി നടക്കുവേട്ട. അമ്മ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാതൊന്നും ഇരിക്കില്ലല്ലോ. ഇനി അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നില്ല. മാഷ് പറഞ്ഞതുപോലെ ഇതമ്മയുടെ കൈവിട്ട കളിയാ. അമ്മയെ ഇനി നമ്മൾ അങ്ങോട്ട് ചെന്ന് കൂട്ടിക്കൊണ്ട് വരേണ്ടി വരും. എങ്ങോട്ട്? അമ്മ എവിടെയായിരിക്കും ഇനി ക്യാമ്പ് ചെയ്യാന്ന് സോനയ്ക്ക് വല്ല വിവരമുണ്ടോ? അത് പിന്നെ ഹർഷയുടെ വീട്ടിലല്ലേ? അവിടെ ചെന്ന് അമ്മയെ പിടിച്ചോണ്ട് വരേണ്ടി വരുന്നല്ലേ സോന ഉദ്ദേശിച്ചത്? അവിടെയാണ് അമ്മ ഉള്ളതെങ്കിൽ അവിടുന്ന് കൊണ്ടുവരണം. അമ്മയെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്നത് ഹർഷയാണല്ലോ. അതെ, അമ്മ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഹർഷ തന്നെ. അമ്മ ജയിലിൽ പോയപ്പോ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്ന് ഹർഷയെ നമ്മൾ ജയിലിലേക്ക് അയക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കാൻ അവളുടെ സഹായം തന്നെ നമ്മൾ തേടുകയും ചെയ്തു. ഇനിയിപ്പോ ഹർഷയെ കുറ്റപ്പെടുത്താൻ നമുക്ക് വോയിസ് ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് അവളുടെ പിടിയിന്ന് അമ്മയെ മോചിപ്പിക്കാൻ പറ്റിയ അത്രയും നല്ലതെന്ന് വിചാരിക്കാനേ പറ്റൂ. സുശീലാന്റെ അച്ഛനെ കാണാൻ വന്നത് തനിച്ച. ഹർഷൊന്നും അപ്പൊ കൂടെ ഉണ്ടായിരുന്നില്ല. കൂടെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും സുശീലയ്ക്ക് ആരുടെയൊക്കെയോ പിൻബലം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ഹർഷയാണെന്നുണ്ടെങ്കിൽ അതത്ര നല്ല ബന്ധമല്ല. അവരുടെ കൂട്ടുകെട്ട് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്തിനാ? അതൊന്നും അത്ര വേഗം അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഷെ. അമ്മ സ്വന്തം ഇഷ്ടത്തിന് അവിടെ പോയി നിന്നാ നമുക്കാർക്കും ബലമായി അവിടെ നിന്ന് അമ്മയെ ഇറക്കിക്കൊണ്ട് വരാനും പറ്റില്ല. എന്റെ അഭിപ്രായം, ഇനി അമ്മ ഇങ്ങോട്ട് വന്നാ ഈ വീട്ടിൽ കയറ്റരുതെന്നാ. ഹർഷ എത്ര കാലം അമ്മയെ സംരക്ഷിക്കും? എന്തിനൊരു പരിധിയില്ലേ? അമ്മയെ നമ്മൾ ഈ വീട്ടിൽ കയറ്റാതിരുന്ന ഹർഷയും താമസിയാതെ അമ്മയെ കൈയൊഴിയും. പക്ഷേ ഈ വീട്ടിൽ അമ്മയെ കയറ്റില്ലെന്ന് പറയാൻ നമുക്ക് എന്താ അവകാശം? എടാ, അത് അമ്മയുടെ പേരിലുള്ള വീടാ. ഇവിടുന്ന് നമ്മളായിരിക്കും ഇറങ്ങിപ്പോണ്ടി വരുന്നത്. വീട് അമ്മയുടെ പേരിലാണെങ്കിലും മക്കൾ ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇന്ദ്രേട്ടനെ അധ്വാനിച്ചുണ്ടാക്കിയ വീടല്ലേ. ആദ്യം അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വന്നില്ലെങ്കിൽ അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുക്കണം. പോലീസിനെ ഉപയോഗിച്ച് അമ്മയെ അവിടെ എത്തിക്കണം. അതൊന്നും അത്ര എളുപ്പമല്ലാനു. നമ്മൾ മനസ്സിൽ കാണുന്നത് സുശീല മാനത്ത് കാണും. അവൾ ഇനി ചെയ്യാൻ പോകുന്നത് തന്നെ മക്കളും മരുമക്കളും ചേർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് നാട് മുഴുവനും പറഞ്ഞു നടക്കലാവും. എല്ലാവരും അത് വിശ്വസിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ചിലരെങ്കിലും അത് വിശ്വസിക്കും. അല്ലെങ്കിൽ വിശ്വസിച്ചെന്ന് വരുത്തി നിങ്ങളെ വിമർശിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ഒരു കാരണം കാത്തിരിക്കുന്നവരാണ് ചുറ്റും. ഇത്രയും കാലം അമ്മയെ അനുസരിച്ച് ജീവിച്ച മക്കൾക്ക് നാളെ അമ്മയെ ഉപേക്ഷിച്ച മക്കൾ എന്നുള്ള പേര് വരരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. പിന്നെ ബലപ്രയോഗത്തിലൂടെ സുശീലയെ കീഴ്പ്പെടുത്താനായിട്ട് നോക്കണ്ട. വിട്ടുവീഴ്ച കൊണ്ടേ അവരെ തിരിച്ചെത്തിക്കാൻ പറ്റൂ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ മോളെ, പോവാം. ചേച്ചി, പോയിട്ട് വരാം. ഞാനും അച്ഛൻ്റെ കൂടെ പഞ്ചരത്നത്തിലേക്ക് പോവാ. വീട്ടില് ബാനുവമ്മേ ഉള്ളൂ. ചേച്ചി ഒന്ന് ശ്രദ്ധിക്കണേ. ശരി, വാ മോളെ. പോയിട്ട് വരാം. എന്റെ സച്ചി സാറേ, പണ്ട് ഞാൻ വയർ നിറച്ച് ആഹാരം കഴിച്ചതേ ഇവിടെ വെച്ചാ. പിന്നെ സച്ചി സാറിന്റെ കടയിൽ ഇന്ദ്രൻ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്ക് പട്ടിണി എന്തെന്ന് അറിയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്നെനിക്ക് എന്റെ വീട്ടിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥയാ സാറേ.
എന്തോരം കഷ്ടപ്പെട്ട എന്റെ മക്കളെ വളർത്തിയെന്ന് സാറിനറിയാലോ, സാവിത്രിക്കും അറിയാലോ. ആ മക്കളെ ഇന്നെന്നെ പട്ടിണിക്കിടുന്നത്. അമ്മയുടെ വിശപ്പ് കണ്ടില്ലെന്ന് അടിക്കുന്ന മക്കളാണോ സച്ചി സാറേ? സുശീലേ, ഒരു മക്കളും സ്വന്തം അമ്മയോട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പിന്നെ ഈ കുടുംബത്തിലെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകും. എന്ത് സാഹചര്യം സാറേ? പടിക്കൽ കെട്ടുന്ന പട്ടി ഒരാളെ കടിച്ച അതിനെ പോലും ആരും പട്ടിണി കെട്ട് കൊല്ലില്ലല്ലോ. അപ്പൊ പിന്നെ സ്വന്തം അമ്മയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാ മക്കളത് ക്ഷമിക്കണ്ടേ സാവിത്രി? ക്ഷമിക്കേണ്ടതാ ചേച്ചി. അവരെന്താ അങ്ങനെ ചെയ്തതെന്ന് നമുക്ക് ചോദിക്കാം ചേച്ചി. ആ, ചോദിക്കണം സാവിത്രി, ചോദിക്കണം സച്ചി സാറേ. അവർക്കൊക്കെ ഇപ്പൊ ചോദിക്കാനും പറയാനും ആളുണ്ട്. എനിക്കല്ലേ ആരും ഇല്ലാത്തത്. സച്ചി സാറും കുടുംബവും എനിക്ക് വേണ്ടി എന്റെ മക്കളോടും അവരുടെ ഭാര്യമാരോട് ചോദിക്കണം സാറേ. ആ, നമുക്കെന്തായാലും ഇതൊക്കെ വേണ്ടതുപോലെ ചെയ്യാൻ സുശീലേ. നീ ആഹാരം കഴിച്ചു മതിയായെങ്കിൽ എഴുന്നേറ്റ കൈ കഴുകാൻ നോക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ വരെ പോകേണ്ട കാര്യമുണ്ട്. ആന്റി എഴുന്നേക്ക് ആന്റി, പോയി കൈ കഴുകിയിട്ട് വാ. പോയിട്ട് വാ. അച്ഛ, കാശ് വേണമെങ്കിൽ അവർക്ക് കൊടുത്തു വിട്ടേക്ക്. അച്ഛനൊന്നിലും ഇടപെടാൻ വേണ്ട. അതെ, പിന്നെ വീട്ടിൽ നിറക്കി വിട്ടെന്നും പറഞ്ഞ് ഇവിടെ ഒട്ടാൻ നോക്കും. എന്റെ സങ്കടം കണ്ടപ്പോ നിങ്ങൾക്ക് വിഷമമായില്ലേ? എനിക്കറിയാം നിങ്ങളുടെ സ്നേഹം. അതുകൊണ്ടല്ലേ എന്റെ മക്കൾ എന്നെ ഇറക്കി വിട്ടപ്പോ ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. അല്ല, ഇനി എന്താ സുശീലയുടെ പ്ലാൻ? വീട്ടിലേക്ക് തിരിച്ചു പോണ്ടേ? അയ്യോ ഇല്ല സാറേ, വഴി കിടന്ന് ചത്താലും ഞാനായിട്ട് ഇനി ആ വീട്ടിലേക്കില്ല. ആ, പിന്നെ എന്നെ ഇറക്കി വിട്ട മക്കൾക്ക് വേണമെങ്കിൽ തിരിച്ചു വിളിക്കട്ടെ. അല്ല, സാറിന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോണോന്നല്ലേ പറഞ്ഞത്? സാറ് പോയിക്കോ. അല്ല, അതുവരെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കിടക്കട്ടെ. വല്ലാത്ത ക്ഷീണം. ഉറങ്ങിയിട്ട് ദിവസങ്ങളായേ. വയറ് നിറച്ച് ആഹാരം കഴിച്ചപ്പോ കണ്ണടഞ്ഞു പോവാ. മോളെ ഇന്ദു, ആന്റിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണമല്ലോ. ആ, തൽക്കാലം ആ സോഫയിൽ പോയി കിടക്കാം. കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ, മതി. തൽക്കാലം സോഫയിൽ കിടക്കാം. പിന്നെന്ത് വേണമെന്ന് സച്ചി സാറ് വന്നിട്ട് തീരുമാനിക്കാം.